നമസ്കാരം. ഈ ലോകത്തെ ഏറ്റവും അധികം രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. റഷ്യയും ചൈനയും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളും. ഇരുമ്പ് മറ എന്നാണ് പൊതുവെ ചൈനയും മറ്റും നമ്മൾ വിളിക്കുന്നത്. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഉടനെ ആരും അറിയുകയില്ല. ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കാം അവിടെ എന്താണ് നടന്നത് എന്നുള്ള കാര്യം പോലും പുറത്തു വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത. അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് ബ്ലൂംബെർഗ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള, അതായത് പദവിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായും ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവനക്കാർ പോലും ഇപ്പോൾ കർശന നിരീക്ഷണത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, പാചകക്കാർ, ഫോട്ടോഗ്രാഫർമാർ തുടങ്ങിയവരെല്ലാവരും തന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ രഹസ്യ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ഇവരുടെ വീടുകളിൽ പോലും നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇവർ ആരൊക്കെയാണ് കാണുന്നത്, ഇവരുടെ സുഹൃത്തുക്കൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ റഷ്യൻ ചാര ഏജൻസികൾ കൃത്യമായ തോതിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. റഷ്യ യുക്രൈനുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്ത് നിന്ന് പോലും അദ്ദേഹം ഇപ്പോൾ ഭീഷണി നേരിടുന്നുണ്ട്. സ്വന്തം ജനങ്ങളെ പേടിച്ചിരിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് പുടിൻ എത്തിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാധാരണ എല്ലാ വർഷവും നടക്കുന്ന വിക്ടറി ഡേ പരേഡിൽ ഇക്കുറി പുടിൻ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. എല്ലാ വർഷവും ഇന്ത്യയിൽ നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ ഉണ്ടാകുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാർ ഈ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ എത്താറുണ്ട്. ഇക്കുറി അത്തരം ഒരു പരേഡ് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഇനി പരേഡ് നടക്കുകയാണെങ്കിൽ പോലും അതിൽ വളരെ ശക്തി കുറഞ്ഞ ആയുധങ്ങൾ മാത്രമായിരിക്കും ഈ പരേഡിൽ പ്രദർശിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കാരണം നമ്മൾ എല്ലാ വർഷവും ഏത് രാജ്യവും അവരുടെ വിക്ടറി ഡേ പരേഡ് നടത്തുമ്പോൾ അവരുടെ ഏറ്റവും നൂതനമായ ആയുധ സംവിധാനങ്ങളും അവരുടെ മിസൈലുകളുമൊക്കെ അവിടെ പ്രദർശിപ്പിക്കുന്ന പതിവുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. പുടിന് 2 ഔദ്യോഗിക വസതികളാണ് റഷ്യയിലുള്ളത്. ഇപ്പോൾ ഇത് രണ്ടിടത്തും അദ്ദേഹം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പുടിൻ വലിയ ഏതോ ബങ്കറിൽ ഉള്ളിൽ വളരെ സുരക്ഷിതനായി ഇപ്പോൾ താമസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ബങ്കറിൽ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കൂടാതെ പുടിൻ ഇപ്പോൾ പൊതുയിടങ്ങളിലൊന്നും തന്നെ പ്രത്യക്ഷപ്പെടാറില്ല. അതേസമയം റഷ്യയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ പുടിൻ്റെ പഴയ പരിപാടികൾ പലതും പുനഃസംപ്രേഷണം നടത്തുകയും ഇത് പുനഃസംപ്രേഷണമാണെന്ന് എഴുതി കാണിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ജനങ്ങൾക്ക് മുന്നിൽ പുടിൻ ഇപ്പോഴും വളരെ ആരോഗ്യത്തോടു കൂടി ഭരണകാര്യങ്ങളൊക്കെ നോക്കി ക്രെംലിനിൽ തന്നെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അവർ നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഇറാന് നേർക്ക് ഇസ്രായേൽ അമേരിക്ക നടത്തുന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ റഷ്യ മധ്യസ്ഥനാവാൻ ചില ശ്രമങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. ഇറാനുമായി വളരെ അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുള്ളത്. എങ്കിലും ഈ യുദ്ധങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി തങ്ങൾക്ക് വലിയ വിനയായി മാറുമോ എന്നുള്ളൊരു ഭയം റഷ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം തങ്ങളുടെ പ്രസിഡന്റിന് മറ്റ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിലുള്ള ഈ അതീവ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. റഷ്യയെക്കുറിച്ച് നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം പ്രതിരോധ സംവിധാനങ്ങളുള്ള, ഏറ്റവും അധികം മിസൈലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെയുള്ള അതിശക്തമായ സുരക്ഷിതമായ രാജ്യമാണ്. പക്ഷേ എന്നിട്ട് പോലും അവർ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ട് തങ്ങളുടെ പ്രസിഡന്റിൻ്റെ നേർക്ക് ഒരു വധശ്രമം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയോ ചെയ്യുമോ എന്ന്. അപ്പം നേരത്തെയും റഷ്യയിൽ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ, അതായത് കഴിഞ്ഞ വർഷം റഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട സൈനിക മേധാവി യുക്രൈൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത്. അതുകൊണ്ടുകൂടി തന്നെയായിരിക്കാം കഴിഞ്ഞ മാർച്ച് മുതൽ, അതായത് ഈ വർഷം മാർച്ച് മുതൽ തന്നെ പുടിൻ്റെ സുരക്ഷാ സംവിധാനം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ബങ്കറിനുള്ളിൽ തന്നെയാണ് കഴിയുന്നത് എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ പുടിൻ അങ്ങനെ വിദേശ രാജ്യങ്ങൾ അധികം സന്ദർശിക്കാറില്ല. ചില രാജ്യങ്ങൾ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് വിലക്കുണ്ടെങ്കിൽ പോലും വിലക്കില്ലാത്ത രാജ്യങ്ങളിലേക്ക് പോലും പുടിനെങ്ങും പോകുന്നില്ല എന്നും അദ്ദേഹം കൂടുതൽ സമയം ഇപ്പോൾ ബങ്കറിനുള്ളിൽ തന്നെയാണ് ചിലവഴിക്കുന്നത് എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഏതായാലും പുടിനെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചുമൊക്കെ തന്നെ വലിയൊരു ഭീഷണിയുടെ നിഴലിൽ തന്നെയാണ് ആ രാജ്യം കഴിയുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോഴും യുക്രൈനായിട്ടുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. പലതവണ യുക്രൈൻ സൈന്യം റഷ്യയിൽ ആക്രമണം നടത്തിയിരുന്ന ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ തോതിലുള്ള ആക്രമണം അവർ നടത്തിയിരുന്നു. അവർ പുടിനെ തന്നെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളൊരു സ്വാഭാവികമായ സംശയവും റഷ്യയ്ക്കുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അതീവ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി പുടിൻ ഈ ബങ്കറിനുള്ളിൽ കഴിയുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.